ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും യതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതൻ ചാരുതയോ. മലപ്പൊഴിയും യതയോ Celebrating 50 magical years. Ledha Textiles, Main Road, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ്. സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടനെ വിളിച്ച് പറഞ്ഞ കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീ നോക്കില്ല വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. ഇവിടെ അടുത്തുള്ള കിടക്ക് ഡ്രസ്സ് കൊണ്ട് നീ ആ പെട്രോളിലോട്ട് ചെല്ലു. ഇവിടെ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്. നല്ല കളക്ഷനാ. പെട്രോ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ, ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈച്ചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോയ്സിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. രുചിയുടെ ഉയരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡാൻ ബേക്കേഴ്സ്, പഴക്കവല, കട്ടപ്പന. അഡാൻ ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, KG's ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. അഡോൺ, ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. KG's ജ്വല്ലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250-ൽ പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.
നമസ്കാരം. കേരള വിഷൻ ഇടുക്കി നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. കാഞ്ചിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനെതിരെ ഒരു ലോക്കൽ ചാനൽ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസമ്മ ജെയിംസ്. വാർത്തകൾ സൃഷ്ടിക്കുന്നവരായി ഈ ചാനൽ അധപ്പതിച്ചതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇടുക്കിയിലെ 41 റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകിയത് KSRTCക്ക് തിരിച്ചടിയാകുന്നു. സ്വകാര്യ ബസ് ഉടമകളെ സഹായിക്കാനുള്ള സർക്കാർ നീക്കമാണ് KSRTCയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. രാമക്കൽമേട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ പരാജയപ്പെടുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്തതും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രാമക്കൽമേടിന് തിരിച്ചടിയാവുകയാണ്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ സ്റ്റാൻഡിലേക്കുള്ള ലിങ്ക് റോഡ് തകർന്ന യാത്ര ദുഷ്കരമായി. റോഡ് തകർന്നതോടെ അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. ഡോക്ടർമാരിൽ പലരും പാർശ്വഫലം മനസ്സിലാക്കാതെ മരുന്നുകൾ നൽകുന്നതായി റിപ്പോർട്ട്. ഇന്ത്യൻ ജേണൽ ഓഫ് മെഡിക്കൽ എത്തിക്സിന്റെ പുതിയ പതിപ്പിലാണ് ഈ പഠന റിപ്പോർട്ട്. വിശദമായ വാർത്തകളിലേക്ക്. കാഞ്ചിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനെതിരെ കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ലോക്കൽ ചാനൽ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസമ്മ ജെയിംസ്. വ്യക്തിവിരോധം തീർക്കാൻ വാർത്തകൾ സൃഷ്ടിക്കുന്നവരായി ഈ ചാനൽ അധപ്പതിച്ചതായും റോസമ്മ ജെയിംസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പന കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക ചാനലിൽ കാഞ്ചിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനെതിരായ വാർത്ത സംപ്രേഷണം ചെയ്തത്. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നായിരുന്നു വാർത്തയിലെ പ്രധാന ആരോപണമെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസമ്മ ജെയിംസ് ഇടുക്കി നെറ്റിനോട് പറഞ്ഞു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് നിലവിലൊരു പ്രാഥമികാരോഗ്യ കേന്ദ്രവും 2 ആയുർവേദ ആശുപത്രിയും ഒരു ഹോമിയോ ആശുപത്രിയുമാണ് നിലവിലുള്ളത്. എന്നാൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ തുടർച്ചയായി നല്ല സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ചില ഭാഗത്തു നിന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല എന്നും അതുപോലെ തന്നെ നഴ്സുമാരുടെ സേവനം ലഭ്യമല്ല എന്നും നിരവധിയായ വാർത്തകൾ ഗുണപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില പ്രാദേശിക ചാനലുകളും അതുപോലെ ചില രാഷ്ട്രീയ ആളുകളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വളരെ മോശമായ രീതിയിൽ വാർത്തകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 2 ഡോക്ടർമാരുടെ സേവനം ആശുപത്രിയിൽ ലഭ്യമാണ്. കൂടാതെ മറ്റൊരു ഡോക്ടർ അടുത്ത ദിവസം തന്നെ ചാർജ് എടുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ ആവശ്യത്തിനുള്ള ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട്. NRHMന്റെ 3 നഴ്സുമാരടക്കം 6 നഴ്സുമാർ രോഗികളെ പരിചരിക്കുന്നതിനായി ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളും ആശുപത്രിയിൽ ലഭ്യമാണ്. വസ്തുത ഇതായിരിക്കെ പഞ്ചായത്ത് ഭരണസമിതിയോടുള്ള വ്യക്തിവിരോധം തീർക്കാനാണ് ഈ ചാനൽ ആശുപത്രിക്കെതിരായ വാർത്ത സംപ്രേഷണം ചെയ്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റോസമ്മ ജെയിംസ് പറഞ്ഞു. ഒരു മാധ്യമ സ്ഥാപനത്തിന് ഇത്തരം പ്രതിലോമ നിലപാടുകൾ ഭൂഷണമല്ല. യാഥാർത്ഥ്യം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ അന്തസത്ത. ഇത് മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്കാരശൂന്യമാണെന്നും അവർ കുറ്റപ്പെടുത്തി. നിലവിൽ ജനങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ മരുന്നുകളും കാഞ്ചിയാർ PHCയിൽ നിന്ന് കൊടുക്കുന്ന രീതിയിലും അതുപോലെ വിട്ടുകിട്ടപ്പെട്ട ബാക്കി എല്ലാ സ്ഥാപനങ്ങളിലേക്കും എല്ലാ സേവനങ്ങളും പഞ്ചായത്ത് ഭാഗത്തുനിന്ന് ചെയ്തു വരുന്നുണ്ട്. ആരോഗ്യ രംഗത്ത് യാതൊരു വീഴ്ചയും വരാത്ത രീതിയിൽ എല്ലാ ജനങ്ങളെയും പരിഗണിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി അവഹേളിക്കുന്ന രീതിയിലുള്ള മോശമായ പ്രചരണങ്ങൾ, ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ അവസാനിപ്പിക്കണം എന്നാണ് കാഞ്ചിയാർ ഭരണസമിതിയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധ ശക്തികളെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുമെന്നും റോസമ്മ ജെയിംസ് പറഞ്ഞു. ഇടുക്കിയിലെ 41 റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകിയത് KSRTCക്ക് തിരിച്ചടിയാകുന്നു. സ്വകാര്യ ബസ് ഉടമകളെ സഹായിക്കാനുള്ള സർക്കാർ നീക്കമാണ് KSRTCയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഗതാഗത വകുപ്പ് അണ്ടർ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ പകർപ്പാണിത്. ദേശവൽക്കരിച്ച 41 റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്കായി പെർമിറ്റ് അനുവദിക്കണമെന്നാണ് സത്യവാങ്മൂലം. നിലവിലുള്ള താൽക്കാലിക പെർമിറ്റ് 3 മാസത്തേക്ക് നീട്ടിക്കൊണ്ടുപോകുന്നതായും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഈ ഒരൊറ്റ തീരുമാനം വഴി KSRTCക്ക് നഷ്ടമായത് 2.7 കോടി രൂപയാണ്. സ്വകാര്യ ബസ് ലോബിക്ക് അനുകൂലമായി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികളുടെ തുടർച്ച മാത്രമാണിത്. കഴിഞ്ഞ വർഷം സൂപ്പർ ക്ലാസ് റൂട്ടുകൾ KSRTCക്ക് മാത്രമായി നിശ്ചയിച്ച് ദേശവൽക്കരിച്ച് സർക്കാർ തീരുമാനമെടുത്തിരുന്നു. സ്വകാര്യ ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി സർക്കാർ തീരുമാനം ശരിവെക്കുകയായിരുന്നു. ജൂൺ 21 മുതൽ ഓഗസ്റ്റ് 9 വരെ 50 ദിവസം ഇത് വിജയകരമായി KSRTC നടപ്പിലാക്കി. വൻ ലാഭമാണ് ഇതുവഴി KSRTCക്ക് ലഭിച്ചത്. എന്നാൽ സ്വകാര്യ ബസ് ഉടമകളുടെ സമ്മർദ്ദത്തിൽ സർക്കാർ വഴങ്ങുന്നതാണ് പിന്നീട് കണ്ടത്.
ദേശവൽക്കരിച്ച 41 റൂട്ടുകളിലും സ്വകാര്യ ബസ്സുകൾക്ക് സർക്കാർ പെർമിറ്റ് നൽകി 3 മാസത്തേക്ക് താൽക്കാലിക പെർമിറ്റാണ് നൽകിയത്. ഇക്കാലത്ത് സ്വകാര്യ ബസ്സുകളും KSRTCയും ഒരുപോലെ ഒരേ റൂട്ടിൽ ഓടി. KSRTCക്ക് നഷ്ടം 4 കോടി രൂപ. കൃത്യമായി പറഞ്ഞാൽ 135 ദിവസം 41 റൂട്ടുകളിൽ ദിവസേന 3 ലക്ഷം രൂപ വീതം, ആകെ നഷ്ടം 4 കോടി രൂപ. താൽക്കാലിക പെർമിറ്റിന്റെ കാലാവധി അവസാനിച്ചതോടെ സ്വകാര്യ ബസ് ലോബി വീണ്ടും പിടിമുറുക്കി. മറ്റൊരു 3 മാസത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാരിൽ സമ്മർദ്ദവും സ്വാധീനവും ചെലുത്തി. വഴിവിട്ട ഈ സ്വാധീനത്തിന്റെ ഫലമാണ് ഗതാഗത വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടെ വിവിധ സദ്യവാങ്മൂലം സർക്കാരിന്റെ ഒറ്റ തിരിമുറുക്കം കൊണ്ട് 2 ഘട്ടങ്ങളിലായി KSRTCക്ക് നഷ്ടമായത് 7 കോടി രൂപയോളമാണ്. സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് KSRTC കടന്നുപോയത്. അതിനിടയിലാണ് സ്വകാര്യ ബസ്സുകളെ സഹായിക്കാൻ സർക്കാരിന്റെ ഈ നീക്കം. ന്യൂസ് ഡെസ്ക് ഇടുക്കി നെറ്റ്. രാമക്കൽമേട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ പരാജയപ്പെടുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്തതും സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും രാമക്കൽമേടിന് തിരിച്ചടിയാവുകയാണ്. ക്രിസ്തുമസ് അവധിക്കാലത്ത് രാമക്കൽമേടിന്റെ വശ്യസുന്ദരമായ ദൂരക്കാഴ്ച ആസ്വദിക്കാൻ സഞ്ചാരികളുടെ തിരക്കേറുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത സഞ്ചാരികളെ വലയ്ക്കുകയാണ്. ഇടുക്കി ജില്ലയിലുള്ളതിനേക്കാൾ മറ്റു ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇവിടെ എത്തുന്നവരിൽ അധികവും. ശബരിമല ദർശനത്തിനു ശേഷം തിരികെ പോകുന്ന അയ്യപ്പ ഭക്തരും ഇവിടെ സമയം ചിലവഴിക്കാറുണ്ട്. രാമക്കൽമേട്ടിലേക്ക് എത്തിപ്പെടാനുള്ള യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് സഞ്ചാരികളെ ഏറ്റവും അധികം ബാധിക്കുന്നത്. കുമളി മൂന്നാർ ടൂറിസ്റ്റ് പാതയിലെ നെടുങ്കണ്ട ഭാഗത്തു നിന്നുമാണ് രാമക്കൽമേട്ടിലെത്തുന്നത്. റോഡിലെ കുണ്ടും കുഴിയും പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളും സുഖകരമായ യാത്രയ്ക്ക് തടസ്സമായി മാറുകയാണ്. ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പാതയെ നവീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. രാമക്കൽമേട്ടിൽ ശൌചാലയങ്ങളുടെ കുറവ് വനിതകളെയും കുട്ടികളെയും ബുദ്ധിമുട്ടിലാക്കുകയാണ്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള വെള്ളമോ വൈദ്യുതിയോ ഇവിടെയില്ല. വ്യക്തമായ സൂചനാ ബോർഡുകൾ ഇല്ലാത്തതും സഞ്ചാരികളെ വലയ്ക്കുന്നു. ഇതിന്റെ കുറവ് മൂലം ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ പലരും കുറവൻ കുറത്തി മലകേറിയിറങ്ങി പോവുകയാണ് പതിവ്. കുന്നിൻ മുകൾ പരപ്പിലെ കല്ലുമേക്കല്ലും കിഴക്കാൻ തൂക്കായ പാറയും ആത്മഹത്യാ മുനമ്പും തമിഴ്നാട്ടിലെ തേനി, മധുര, കമ്പം, ബോഡി തുടങ്ങിയ പട്ടണങ്ങളുടെയും ദൂരക്കാഴ്ചയും ഹൃദയം കവരുന്ന കാഴ്ചകളാണ്. തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളായ കൃഷിപ്പാടങ്ങളിൽ കടലയും ചോളവും മുല്ലയും വാഴയും തെങ്ങും പച്ചക്കറികളും വിളഞ്ഞു നിൽക്കുന്ന പച്ചപ്പാർന്ന തോട്ടങ്ങൾ കണ്ണിന് ഇമ്പം പകരുന്നവയാണ്. തമിഴ്നാട്ടിൽ നിന്നും ചൂളം വിളിച്ചെത്തുന്ന കാറ്റ് മലമടക്കുകളുടെ ഇടനാഴികളിലൂടെ കടന്നെത്തുമ്പോൾ സഞ്ചാരികൾക്ക് കുളിരണിയും. ഈ കാറ്റിനെ തടഞ്ഞു നിർത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടിച്ചിറകുകൾ കാറ്റിൽ വട്ടമിട്ട് കറങ്ങുന്നതും മനോഹരമാണ്. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന കുറവൻകുർത്തി ശില്പവും ആകർഷണീയമാണ്. പലപ്പോഴും മദ്യപന്മാർ ഇല്ലിക്കാടുകളും മറ്റും അവരുടെ താവളമാക്കുകയും ചില്ലുകുപ്പികൾ പൊട്ടിച്ചിടുകയും ചെയ്യുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കുറവൻകുർത്തി ശില്പങ്ങൾ പോലെ മറ്റു മാതൃകകൾ സ്ഥാപിക്കുന്നതിനും മലമുകളിലേക്ക് ട്രെക്കിങ്ങിനും കുട്ടികളുടെ പാർക്ക് നിർമ്മിച്ച് പൂന്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിനും കരകൌശല വസ്തുക്കളുടെ വിപണന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചും രാമക്കൽമേട് ടൂറിസ്റ്റ് കേന്ദ്രം കൂടുതൽ മെച്ചപ്പെടുത്താനും ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രാമക്കൽമേട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കൂടുതൽ ഫണ്ട് ചിലവഴിച്ച് സഞ്ചാരികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും കൂടുതൽ സഞ്ചാരികളെ ഇവിടെ എത്തിച്ചേരാൻ വേണ്ട സജ്ജീകരണങ്ങൾ കേരള ടൂറിസം വകുപ്പും ബന്ധപ്പെട്ട അധികാരികളും തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. എസ് സൂര്യലാൽ, ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ സ്റ്റാൻഡിലേക്കുള്ള ലിങ്ക് റോഡ് തകർന്ന യാത്ര ദുഷ്കരമായി. റോഡ് തകർന്നതോടെ അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആളെ ഇറക്കി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന റോഡായതിനാൽ തകർന്നു കിടക്കുന്ന സ്ലാബ് ഏറെ അപകടങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. ടൗണിൽ നിന്ന് കുന്തളംപാറ റോഡിലേക്കുള്ള എളുപ്പവഴിയായ ഇതുവഴി ദിവസവും ബൈക്ക്, ഓട്ടോ തുടങ്ങി അനേകം വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. ടാറിംഗ് ഇളകി മെറ്റലുകൾ റോഡിലേക്ക് ചിതറിക്കിടക്കുന്നതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. സ്റ്റാൻഡിൽ നിന്നും താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് സ്ലാബ് കാണാൻ സാധിക്കാത്തതിനാൽ സൈഡ് കൊടുക്കുമ്പോൾ അപകടത്തിൽപ്പെടുന്നതും നിത്യകാഴ്ചയാണ്. ശരിക്കും നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഞാൻ തന്നെ 2-3 വണ്ടികൾ ഇവിടുന്ന് ഞാൻ കയറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ വരുന്ന ഒരു ചെറിയ പാരപ്പറ്റോ അങ്ങനെ കിട്ടുവാണെങ്കിൽ വളരെ നല്ല. നിരവധി വാഹനങ്ങൾ ഇവിടെ പാർക്കിംഗ് വണ്ടി 2-3 വണ്ടി ഞാൻ ഇവിടുന്ന് വണ്ടി കയറ്റി വിട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഡോക്ടർമാരിൽ പലരും പാർശ്വഫലം മനസ്സിലാക്കാതെ മരുന്നുകൾ നൽകുന്നതായി റിപ്പോർട്ട്. ഇന്ത്യൻ ജേണൽ ഓഫ് മെഡിക്കൽ എത്തിക്സിന്റെ പുതിയ പതിപ്പിലാണ് ഈ പഠന റിപ്പോർട്ട്. ഡോക്ടർമാർ തങ്ങളുടെ രോഗികൾക്ക് നിർദ്ദേശിക്കുന്ന ഭൂരിഭാഗം മരുന്നുകളുടെയും പാർശ്വഫലം മനസ്സിലാക്കാതെയാണ് എന്ന പഠനം. മരുന്നു കമ്പനികൾ തങ്ങളുടെ മരുന്നിന്റെ വിൽപ്പന കൂട്ടാൻ മാത്രമാണ് ശ്രമിക്കുന്നതെന്നും അവർ ഡോക്ടർമാരോട് മരുന്നുകൾ രോഗികളെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് പറയാറില്ലെന്നും ഇന്ത്യൻ ജേണൽ ഓഫ് മെഡിക്കൽ എത്തിക്സിന്റെ പുതിയ പതിപ്പിൽ പറയുന്നു. മരുന്നിനെപ്പറ്റി കമ്പനികളോ ഇടനിലക്കാരോ പറയുന്നത് മാത്രമാണ് ഡോക്ടർമാർ ശ്രദ്ധിക്കുന്നതെന്നും അവ എപ്രകാരം തങ്ങളുടെ രോഗികളിൽ പാർശ്വഫലം സൃഷ്ടിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നില്ല എന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. 54 പരസ്യങ്ങളിൽ നിന്നും 145 മരുന്നുകളിൽ നടത്തിയ പഠനങ്ങളിൽ അവയിൽ 61% മരുന്നുകൾ മാത്രമാണ് രോഗികൾക്ക് നൽകാൻ കഴിയുന്നതെന്നും 54 പരസ്യങ്ങളിൽ 2 എണ്ണം മാത്രമാണ് മരുന്നുകൾ എപ്രകാരം രോഗികൾ പ്രവർത്തിക്കുന്നുവെന്ന് കാണിക്കുന്നതെന്നും പഠനത്തിൽ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഇടുക്കി നെറ്റ്.
മുല്ലപ്പെരിയാർ വിഷയത്തിന് ശാശ്വത പരിഹാരം തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കട്ടപ്പന സരസ്വതി വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികളുടെ കത്തുകൾ. 500 പോസ്റ്റ് കാർഡുകളിലാണ് വിദ്യാർത്ഥികൾ കത്തുകൾ പ്രധാനമന്ത്രിക്ക് അയച്ചിരിക്കുന്നത്. സ്കൂൾ പാർലമെന്റിന്റെ നേതൃത്വത്തിൽ 3 ഭാഷകളിലുള്ള നിവേദനവും പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള ക്രമസമാധാന പ്രശ്നമായി വളർന്ന മുല്ലപ്പെരിയാർ വിഷയത്തിന് ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സരസ്വതി വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്തുകൾ അയച്ചത്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായി തയ്യാറാക്കിയിരിക്കുന്ന 3 നിവേദനങ്ങളും പോസ്റ്റ് കാർഡിൽ ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ 500 കത്തുകളും പ്രധാനമന്ത്രിക്ക് അയച്ചവയിൽ ഉൾപ്പെടുന്നു. കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലസേചന സൌകര്യവും ഒരുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പ്രശ്നപരിഹാരം ഉണ്ടാവണമെന്നാണ് തങ്ങൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് സ്കൂൾ പാർലമെന്റ് പ്രതിനിധികൾ ഇടുക്കി നെറ്റിനോട് പറഞ്ഞു. ഈ കത്തയച്ചതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളവും ഇടുക്കിയും പ്രധാനമായി ആശങ്കപ്പെടുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം വിഷയം. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഒരു ഇടപെടലോടുകൂടി ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കത്തുകൾ അയച്ചിരിക്കുന്നത്. സ്കൂൾ പാർലമെന്റിന്റെ നേതൃത്വത്തിൽ 3 ഭാഷകളിലായി കത്തുകൾ അയക്കുകയും കൂടാതെ വിദ്യാർത്ഥികളിൽ നിന്നും 500-ൽ പരം പോസ്റ്റ് കാർഡുകളിലൂടെ ഈ കാര്യങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിലൂടെ തന്നെ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആശയം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രശ്നപരിഹാരത്തിനായി ഇരു സംസ്ഥാനങ്ങളിലെയും ജനപ്രതിനിധികളെയും പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡാമിന്റെ ബലക്ഷയം കൂടുതൽ വ്യക്തമായ സാഹചര്യത്തിൽ ലോക നിലവാരത്തിലുള്ള പരിശോധനാ സമിതിയെ ഡാമിന്റെ സുരക്ഷയെപ്പറ്റി പഠിക്കുവാൻ നിയോഗിക്കണമെന്നും അതോടൊപ്പം തന്നെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ സംഭവിച്ച ജൈവനാശനഷ്ടങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും കണക്കിലെടുത്തുകൊണ്ടുള്ള പഠനവും നടത്തണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ പ്രധാനമന്ത്രി CP ആരിഫിന്റെ നേതൃത്വത്തിൽ എല്ലാ ക്ലാസുകളിലെയും ക്ലാസ് ലീഡർമാർ കട്ടപ്പന പോസ്റ്റ് ഓഫീസിലെത്തിയാണ് നിവേദനങ്ങൾ അയച്ചത്. സ്കൂൾ ഉപപ്രധാനമന്ത്രി ശ്രീലക്ഷ്മി ഉണ്ണികൃഷ്ണൻ, ആരോഗ്യമന്ത്രി അജിത് കൃഷ്ണ, ശിശുക്ഷേമ മന്ത്രി ശ്രീ ശ്രുതിലക്ഷ്മി, സന്തോഷ് തുടങ്ങിയ വിദ്യാർത്ഥികളാണ് കത്തുകൾ തയ്യാറാക്കിയത്. സ്കൂൾ പ്രിൻസിപ്പാൾ സന്ധ്യ നായർ, പാർലമെന്റ് കോർഡിനേറ്റർ അധ്യാപികയായ PP സുനു എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി നെറ്റ്, കട്ടപ്പന. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം. ഓരോ വ്യക്തിക്കും അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കി സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് ഓരോ മനുഷ്യാവകാശ ദിനവും കടന്നുപോകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരമാണ് ലോകരാജ്യങ്ങൾ ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. 1948 ഡിസംബർ 10 എല്ലാ ലോകരാജ്യങ്ങൾക്കും ബാധകമാകുന്ന തരത്തിൽ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ദിനം. 1950 ഡിസംബർ 4 ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങളുടെയും മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുടെയും പൊതുസമ്മേളനം വിളിച്ചു ചേർക്കുകയും ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ആചരിക്കുവാൻ തീരുമാനിക്കുകയുമായിരുന്നു. സ്വകാര്യത, മതവിശ്വാസം, അഭിപ്രായ പ്രകടനം എന്നിവയ്ക്കുള്ള സംരക്ഷണം, വീട്, ഭക്ഷണം, വസ്ത്രം എന്നിവയോടുകൂടിയ ജീവിതം നയിക്കാനുള്ള അവകാശം, വാർദ്ധക്യം, വൈധവ്യം, ശാരീരിക ബലഹീനത തുടങ്ങിയ അവശതകളിൽ ലഭിക്കേണ്ട സംരക്ഷണം, കുറ്റവാളി എന്ന് തെളിയിക്കപ്പെടും വരെ നിരപരാധിയായി പരിഗണിക്കപ്പെടാനുള്ള അവകാശം, അന്യായമായി തടങ്കലിൽ പാർപ്പിക്കില്ല എന്ന ഉറപ്പ് തുടങ്ങിയവയെല്ലാം ഒരു പൌരന് ലഭിക്കേണ്ട മനുഷ്യാവകാശങ്ങളായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പരിഗണിക്കപ്പെടുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി ലോകമെങ്ങും മനുഷ്യാവകാശ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ ഇതര സംഘടനകൾ ഒരുപോലെ ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു. മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിക്കുന്നവർക്കുള്ള പുരസ്കാരം 5 വർഷം കൂടുമ്പോൾ ഈ ദിനത്തിലാണ് സമ്മാനിക്കുന്നത്. 1988 ഒരു ഇന്ത്യക്കാരന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായ ബാബ ആംതെയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പുരസ്കാരം ഇന്ത്യക്ക് നേടിക്കൊടുത്തത്. ആദിവാസികളും സ്ത്രീകളും കുട്ടികളുമടക്കം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവർ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുമ്പോഴാണ് ഇത്തവണത്തെ മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. KM സ്നോബി, ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. തൊടുപുഴ നഗരമധ്യത്തിൽ ദമ്പതികൾക്ക് മർദ്ദനം. ജോലി കഴിഞ്ഞ് മടങ്ങും വഴിയാണ് ദമ്പതികൾക്ക് മർദ്ദനമേറ്റത്. അക്രമികളെ മുനിസിപ്പൽ കൌൺസിലറുടെ നേതൃത്വത്തിൽ സംരക്ഷിക്കുന്നതായി പരാതി. 3-ാം വാർഡ് കൌൺസിലർക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. 8-ാം തീയതി വൈകിട്ട് 8:15 സംഭവം. ജോലി കഴിഞ്ഞ് മടങ്ങവെ ഷാപ്പുംപടിക്ക് സമീപത്ത് വെച്ച് ഇവരെ റോഡിന് പുറകെ നിന്ന 2 പേർ ആക്രമിക്കുകയായിരുന്നു. ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ഗിരീഷ്, ഭാര്യ ആശ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വഴി തടഞ്ഞു നിന്നത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനമേറ്റത്. എന്നാൽ അക്രമികളെ ഒരുപറ്റം ആളുകൾ പിടിച്ചുവെച്ച് പോലീസിൽ അറിയിച്ചെങ്കിലും നഗരസഭ 3-ാം വാർഡ് കൌൺസിലറുടെ നേതൃത്വത്തിലെത്തിയ ഒരു സംഘം ആളുകൾ അക്രമികളുമായി രക്ഷപ്പെടുകയായിരുന്നു. വണ്ടി ശരിക്കും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇവർ ഇടിക്കാതെ
സേവനത്തിന് വണ്ടിയിൽ കൊണ്ടാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ വണ്ടി വണ്ടി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചേട്ടാ ഒരു മര്യാദയാണ് വണ്ടിയിൽ റോഡ് സൈഡിൽ നിൽക്കേണ്ടത് അതുകൂടി എന്തെങ്കിലും ശരിയായി പറഞ്ഞ ആളുകൾ കുട്ടികളും മരങ്ങൾ പറഞ്ഞത് ഞങ്ങൾ എന്തെങ്കിലും കണ്ടോളൂ. സൈഡിൽ നിൽക്കുന്ന വ്യക്തികൾ സ്റ്റോപ്പ് ചെയ്തു. അത് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം മര്യാദ തന്നെ ചേട്ടൻ ചോദിച്ചു എന്താ ഒന്ന് നടുക്ക് കയറിയത് സംസാരിക്കുന്നത് മര്യാദയല്ലോ, മര്യാദ നിങ്ങളുടെ മര്യാദ ഇതാണെന്ന് പറഞ്ഞാൽ സത്യം പറയുകയോ ചെയ്യുന്നു. സംഭവത്തിൽ പരിക്കേറ്റ ഇരുവരും തൊടുപുഴ പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിൽ നടത്തിവരുന്ന ഗ്രാമസേവാ പദ്ധതികളുടെ ഭാഗമായുള്ള 12ാം വാർഡ് ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഗ്രാമസേവാ കേന്ദ്രം പദ്ധതിയുടെ ഭാഗമായുള്ള വാർഡ് തല ഉദ്ഘാടനങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് വട്ടുകുന്നേൽപ്പടി അങ്കമ്പാടിയിൽ വെച്ച് നടന്ന ഗ്രാമകേന്ദ്രം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ശോഭ തോമസ് അധ്യക്ഷത വഹിച്ച യോഗം കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. എല്ലാ വാർഡുകളിലും ഗ്രാമസഭകൾ നല്ല ശക്തമായ നിലയിൽ ഗ്രാമസഭകൾ ഉണ്ടാകണം. അത് മാത്രമല്ല, ഗ്രാമസഭയിൽ നമ്മൾ കുറെ കൂടി ഗൗരവമായി കാണും. നമ്മൾ നിലയിൽ നമ്മൾ കാണുന്ന രീതി മാറി കുറെ കൂടെ ഗൗരവമായി ഗ്രാമസഭയെ കാണും. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മേരി ആന്റണി, സൈമൺ മാമലശ്ശേരി, ബാബു വലിപ്പറമ്പിൽ, റൂബി വേഴമ്പത്തോട്ടം, ശശി ഗിരിനിവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമകേന്ദ്രത്തിന്റെ കോർഡിനേറ്റർമാരായി ശോഭ തോമസിനെയും രജനി ജോബിയെയും നിയമിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും 4 മണി മുതൽ 6 മണി വരെ സേവാകേന്ദ്രം പ്രവർത്തിക്കും. 4 നൂറ്റാണ്ടിലേറെയായി പെരിയാർ ടൈഗർ റിസർവിന് കീഴിൽ ജോലി നോക്കുന്ന KR ശേഖറിനെ ജോലിയിൽ സ്ഥിരപ്പെടുത്താൻ നടപടിയായില്ല. 1998 തന്റെ 14ാമത്തെ വയസ്സിലാണ് പിന്നോക്ക വിഭാഗക്കാരനായ ശേഖർ വനം വാച്ചറായി വേഷമിട്ടത്. 27 വർഷക്കാലം നിസ്വാർത്ഥ സേവനം മുഖമുദ്രയാക്കിയ വാച്ചർ KR ശേഖർ എല്ലാവർക്കും സർവ്വസമ്മതനാണ്. എന്നാൽ ആദിവാസി വിഭാഗത്തിൽ പെടുന്നവനല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന്റെ പട്ടികയിൽ നിന്നും ശേഖറിനെ അധികൃതർ പുറത്താക്കിയത്. അതിർത്തി വനമേഖലയായ ഇലവിങ്കലാർ, മണലാർ, വെള്ളിമല, കോട്ടമല എന്നീ വനപ്രദേശങ്ങളിൽ കഞ്ചാവ് കൃഷി കണ്ടെത്തുകയും അത് നശിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്തത് ശേഖറാണ്. 1996-97 കാലഘട്ടത്തിൽ വയനപ്പട്ടക്കടത്തുകാരായ 50ഓളം പേരെ നിയമത്തിന് മുന്നിലെത്തിക്കുവാൻ ശേഖറിന് കഴിഞ്ഞു. പലതവണ കാട്ടുകള്ളന്മാരുമായുള്ള ഏറ്റുമുട്ടലിൽ വെടിവയ്പും ആക്രമണവും നടന്നുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. കുപ്രസിദ്ധ ആനക്കൊമ്പ് വേട്ടക്കാരൻ വീരണ്ണനെ സാഹസികമായി പിടികൂടിയതിന് നേതൃത്വം നൽകിയതും ശേഖറാണ്. ഏറ്റുമുട്ടലിൽ നിരവധി തവണ ശേഖറിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വനസംരക്ഷണ പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ച ശേഖറിനെ പിന്നീട് വന്യജീവി സങ്കേതത്തിലെ മൃഗസംരക്ഷണ വിഭാഗത്തിലേക്ക് മാറ്റി. ശേഖറിനെ പോലെ ദിവസവേതനക്കാരായ നിരവധി ആളുകളാണ് പെരിയാർ കടുവാ സങ്കേതത്തിൽ സേവനമനുഷ്ഠിക്കുന്നത്. ചെറിയ കിളികൾ മുതൽ വന്യജീവികളെ വരെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലും ശേഖർ വിദഗ്ധനാണ്. കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങി ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ പിടികൂടുന്നതിലും ശേഖറിന്റെ കഴിവ് അപാരം തന്നെ. ഞാൻ പെരിയാർ ടൈഗർ റിസർവിലെ താൽക്കാലിക വാച്ചറായിട്ട് ജോലി ചെയ്തു വരികയാണ്. എന്നാൽ ഈ കഴിഞ്ഞ കാലഘട്ടം മുതൽ വളരെയേറെ വേദനയും ബുദ്ധിമുട്ടും അനുഭവിച്ചു വരികയാണ്. കുറച്ച് ആദിവാസികളെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ കൈക്കൊണ്ടു. എന്നാൽ ഞങ്ങളെപ്പോലെ 20-25 വർഷത്തിന് മേളിൽ ജോലി ചെയ്യുന്ന വാച്ചർമാരെ തിരിഞ്ഞുകൂടെ നോക്കാനുള്ള സർക്കാർ മുഖം കാണിച്ചില്ല. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞങ്ങൾക്ക് സ്ഥിരപ്പെടും എന്ന് പറഞ്ഞുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും 20 വർഷത്തിൽ കൂടുതൽ പരിഹരിക്കാമെന്ന് വനവകുപ്പ് മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പാഴ്വാക്കുപോലെ ആയിപ്പോയി. മന്ത്രിമാർക്കും അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കും പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാൽ അവർ ഓരോ പരാതികൾക്കും ഓരോ മറുപടികൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഖറിന്റെ നിസ്വാർത്ഥ സേവനത്തിന് നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പലതവണ നിവേദനങ്ങൾ നൽകിയിട്ടും എന്നാൽ അധികാരികളുടെ അവഗണനയിൽ ശേഖറും നിരാശനായി കഴിഞ്ഞു. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും സാഹസികനും കർമ്മധീരനുമായ വനംവകുപ്പ് വാച്ചറോട് അധികൃതർ നീതികേട് കാട്ടുന്നു എന്നത് സമൂഹത്തെ തന്നെ ലജ്ജിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുമളി. കട്ടപ്പന അശോക ജംഗ്ഷനിലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ തകരാറിലായിട്ട് 3 മാസം തികയുമ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയുമില്ല. 3 മാസത്തോളമായി നടുറോട്ടിൽ കൂടി പോകുന്ന അശോക ജംഗ്ഷനിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ തകരാറിലായിട്ട് നാളിത്രയുമായിട്ടും യാതൊരു നടപടി സ്വീകരിക്കുവാനോ പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. 1.5 മാസമായി ഇവിടുത്തെ അധികാരികളോട് പറഞ്ഞിട്ട് അവരുടെ ശ്രദ്ധയപ്പെടുന്നില്ല. ഇവിടെ കൊണ്ട് കമ്പും കാലും കോപ്പും ചെടിയും വരെ നട്ടിട്ട് വാട്ടർ അതോറിറ്റി പല പ്രാവശ്യം പറഞ്ഞിട്ട് അവർക്ക് ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. രാവിലെ 7 മണി മുതൽ 9 മണി വരെ പൈപ്പ് ലൈനിൽ കൂടി എത്തുന്ന ജലം
റോഡിൽ കൂടി ഒഴുകുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് പോലും നീന്തി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ്. റോഡിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്ക് മൂലം റോഡിനും കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. അശോക ജംഗ്ഷനിൽ തന്നെ രണ്ടിടത്താണ് പൈപ്പ് ലൈൻ പൊട്ടിയിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം പൈപ്പ് ലൈൻ പൊട്ടിയതിന്റെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ജലമൊഴുകുന്നതിനാൽ വ്യാപാരികളും ദുരിതത്തിലായിരിക്കുകയാണ്. എത്രയും വേഗം പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി നെറ്റ് ന്യൂസ്, കട്ടപ്പന. ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വിധിയോട് പൊരുതി നേടിയ കരുത്തുമായി കരവിരുതിന്റെ പിൻബലത്തിൽ ജീവിതം മുമ്പോട്ട് നീക്കുകയാണ് കുമളി AKG പടി സ്വദേശി മാഞ്ചിറക്കൽ രതീഷ്. വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും യതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ മഴവില്ലഴകോ മലപ്പൊഴിയും യതയോ Celebrating 50 magical years. Ledda Textiles, Main Road, Kattapana. ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ്. സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടനെ വിളിച്ചു പറഞ്ഞ കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീ നോക്കിയല്ലോ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കുള്ള കിടുക്കി ഡ്രസ്സ് കൊണ്ട് നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്. നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. വിധിയോട് പൊരുതി നേടിയ കരുത്തുമായി കരവിരുതിന്റെ പിൻബലത്തിൽ ജീവിതം മുമ്പോട്ട് നീക്കുകയാണ് കുമളി AKG പടി സ്വദേശി മാഞ്ചിറക്കൽ രതീഷ്. അപകടത്തിൽ അരയ്ക്കു താഴെ തളർച്ച ബാധിച്ചെങ്കിലും മനസാന്നിധ്യത്താൽ അതിനെ അതിജീവിച്ച രതീഷ് കരകൌശല വസ്തു നിർമ്മാണത്തിലൂടെയാണ് ശ്രദ്ധേയനാവുന്നത്. കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയും അനുജനും അടങ്ങിയ ഒരു കൊച്ചു കുടുംബത്തിലെ അംഗമായിരുന്നു രതീഷ്. 2008 ജനുവരി 11 തീയതിയായിരുന്നു രതീഷിന്റെ മോഹങ്ങൾ തകർന്നടിഞ്ഞത്. കൂട്ടുകാരന്റെ ബന്ധുവിന്റെ മരണത്തിനെത്തിയ രതീഷ് സംസ്കാര വസ്തുക്കൾ വാങ്ങുവാൻ ടൌണിലേക്ക് പോകവേ അമരാവതി ബാങ്കിന് സമീപം വെച്ചുണ്ടായ ഓട്ടോറിക്ഷ അപകടമാണ് രതീഷിന്റെ ജീവിതം തകർത്തെറിഞ്ഞത്. എന്നാൽ അപകടത്തിൽ കാലിന് മരവിപ്പ് മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ.
തുടർന്ന് മാതാപിതാക്കൾ വൈക്കം ഇൻഡോ അമേരിക്കൻ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അരയ്ക്ക് താഴേക്കുള്ള ചലനശേഷി പൂർണ്ണമായും രതീഷിന് നഷ്ടമായിരുന്നു. കൂലിവേലക്കാരായ മാതാപിതാക്കൾ ലക്ഷങ്ങൾ കടം വാങ്ങി ചിലവഴിച്ചുവെങ്കിലും കഴിഞ്ഞ 5 വർഷമായി വീൽചെയറിലിരുന്ന് ജീവിതം തള്ളി നീക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. ഇപ്പോൾ മരുന്നിന് തന്നെ ഓരോ മാസവും 10,000-ങ്ങളാണ് ചിലവഴിക്കുന്നത്. പണം കണ്ടെത്തുവാൻ കഴിയാതെ വന്നതോടെ രതീഷ് കരകൌശല നിർമ്മാണത്തിലേക്ക് ശ്രദ്ധ മാറ്റി. ചിരട്ടയിൽ നിർമ്മിച്ച പൂക്കൾ, ഫ്ലവർ വൈസ്, വാദ്യോപകരണങ്ങൾ, മത്സ്യരൂപങ്ങൾ, ആഭരണങ്ങൾ എന്നിവ ഏറെ മനോഹരമാണ്. തടിയിൽ തീർത്ത കഥകളി രൂപങ്ങൾ, വിവിധ മതദൈവങ്ങളുടെ ചിത്രങ്ങൾ, പീഠം എന്നിവയും ഗിരീഷിന്റെ പണിപ്പുരയിലെ വേറിട്ട കാഴ്ചകളാണ്. എന്നാൽ രൂപങ്ങൾ വിപണിയിലെത്തിച്ച് വരുമാനം കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നതാണ് ഈ ചെറുപ്പക്കാരനെ വേദനിപ്പിക്കുന്നത്. സ്വന്തം ആശയത്തിലൂടെ വികസിപ്പിച്ച വ്യായാമ മുറകളും രതീഷിന്റെ വൈഭവത്തിന് ഉദാഹരണമാണ്. വിധിയോട് പടവെട്ടി നേടിയ കരുത്തിലൂടെ കരിപ്പിടിപ്പിക്കുന്ന വസ്തുക്കൾ വിറ്റഴിച്ച് ചികിത്സയ്ക്ക് പണം കണ്ടെത്തുവാൻ സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ ചെറുപ്പക്കാരൻ. ഈ നിർധന യുവാവിനെ സഹായിക്കുവാൻ സുമനസുകൾ തയ്യാറാവണമെന്ന് ഇടുക്കിനെറ്റ് വാർത്തകളും അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കുമളി. ഇനി പുണ്യദർശനങ്ങളുമായി ശരണവഴിയിൽ. തമിഴ്നാട്ടിൽ നിന്നും അയ്യപ്പ ഭക്തരെ ലക്ഷ്യമിട്ടുകൊണ്ടുവന്ന വ്യാജ തേൻ വിൽപ്പന പോലീസ് തടഞ്ഞു. നിരവധി മോട്ടോർ ബൈക്കുകളിലാണ് തമിഴ്നാട് ഗുണ്ടൽപേട്ടിൽ നിന്നും തേൻ എത്തിച്ചത്. സ്ത്രീകളും കുട്ടികളുമടക്കമുള്ളവർ വിൽപ്പന സംഘത്തിൽ ഉണ്ടായിരുന്നു. മോട്ടോർ സൈക്കിളുകളിൽ പല സംഘങ്ങളായാണ് കുമളിയിൽ തേൻ എത്തിച്ചത്. 1 ലിറ്റർ തേനിന് 450 രൂപ മുതലാണ് അയ്യപ്പ ഭക്തരിൽ നിന്നും ഈടാക്കിയിരുന്നത്. ശുദ്ധിയില്ലാത്തതും ശർക്കര കലർത്തിയതുമായ തേനാണ് ഇവർ വിറ്റഴിച്ചത്. ചെറിയ കുട്ടികളും കൈക്കുഞ്ഞുമായി അമ്മമാരും വിൽപ്പന സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. യഥാർത്ഥ തേനാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ബക്കറ്റിൽ തേനീച്ചറാട്ടും തേനീച്ചകളെയും പ്രദർശിപ്പിച്ചു. ചെറു പ്ലാസ്റ്റിക് കുപ്പികളിൽ നിറച്ചാണ് വ്യാജത്തേൻ വിറ്റഴിച്ചിരുന്നത്. വ്യാജത്തേനാണെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് കുമളി പോലീസ് ഇവരെ പിടികൂടി ചെക്ക് പോസ്റ്റ് കടത്തിവിടുകയായിരുന്നു. കുമളി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചതും ഗ്രാമപഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ യഥാസമയം നടത്താത്തതുമാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടാൻ കാരണം. മണ്ഡലകാലം ആരംഭിച്ചതോടെ അയ്യപ്പ ഭക്തർക്ക് കുടിവെള്ളം എത്തിക്കുവാനായി 7 ജലസംഭരണികളാണ് കുമളി ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിരുന്നത്. എന്നാൽ 2 മാത്രമാണ് ഇപ്പോൾ കാണാനുള്ളത്. ഈ വാട്ടർ ടാങ്കുകളുടെ പരിസരമാകെ മാലിന്യങ്ങൾ നിറഞ്ഞുകഴിഞ്ഞു. ഇവിടം വൃത്തിയാക്കുവാനോ ജലസംഭരണി ശുചിയാക്കുവാനോ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് ശബരിമല സീസണോടനുബന്ധിച്ച് 7 ലക്ഷം രൂപയോളം ഇവിടെ മുടക്കിയിട്ടുണ്ടെന്ന് പത്രത്തിലുമെല്ലാം ഞങ്ങൾക്ക് വായിക്കാൻ പറ്റി. ഈ 7 ലക്ഷം രൂപ കുമളി ഗ്രാമപഞ്ചായത്ത് എവിടെയാണ് മുടക്കിയത് എന്ന് മാത്രം പഞ്ചായത്ത് ഒന്നും കൂടി കാണിച്ചു തരാൻ ബാധ്യസ്ഥരാകേണ്ടതാണ്. ഈ പഞ്ചായത്തിന്റെ ചുറ്റും ബ്ലീച്ചിംഗ് പൗഡർ ഇട്ടതല്ലാതെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഈ പഞ്ചായത്തിനകത്ത് ശബരിമല സീസണോടനുബന്ധിച്ച് വാട്ടർ ടാങ്ക് വെച്ചായിരുന്നു. ആ വാട്ടർ ടാങ്ക് ശബരിമല സീസൺ കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോവുകയും ആ വാട്ടർ ടാങ്ക് പിന്നത്തെ വർഷം കൊണ്ട് വെക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടുന്നതിനാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവർ മലമൂത്ര വിസർജനം നടത്തുന്നത് ടൌണിന്റെ ഭാഗങ്ങളിൽ തന്നെയാണ്. ദുർഗന്ധം മൂലം ടൌണിലൂടെ സഞ്ചരിക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ക്ലീനിങ്ങിനായി ക്ലോറിൻ പൌഡർ വിതറി കൈ കഴുകുകയാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നത്. കുമളിയിലും പരിസരത്തുമായി നിരവധിയായ തെരുവുവിളക്കുകളുണ്ടെങ്കിലും ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണ്. മുൻപ് തന്നെ സ്ഥാപിച്ച ഹൈമാക്സ് ലൈറ്റുകളും ഉപയോഗശൂന്യം. ഇപ്പോൾ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നുണ്ട് എങ്കിലും പണി പൂർത്തിയാക്കാത്തതിനാൽ കുമളി അന്ധകാരത്തിൽ തന്നെയാണ്. രാത്രികാലങ്ങളിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് താമസിക്കുവാൻ സൌകര്യമൊരുക്കും എന്നതടക്കമുള്ള പഞ്ചായത്തിന്റെ പല വാഗ്ദാനങ്ങളും ജലരേഖയായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുമളി. വാത്തിക്കുടി ആദിവാസി സെറ്റിൽമെന്റിലേക്കുള്ള റോഡ് നിർമ്മിക്കാത്തതിൽ പ്രതിഷേധമുയരുന്നു. പട്ടികവർഗ മേഖലയിൽ ഉപയോഗിക്കേണ്ട നിരവധി ഫണ്ടുകൾ ഉണ്ടായിട്ടും അധികൃതരുടെ കാര്യക്ഷമമായ മേൽനോട്ടം ഇല്ലാത്തതുമൂലം പദ്ധതികൾ പലതും ഫലം കാണുന്നില്ല. മന്നാൻ, ഊരാളി സമുദായങ്ങൾക്ക് പുറമെ ഉള്ളാട്ടർ വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക ജനവിഭാഗങ്ങളും പതിറ്റാണ്ടുകളായി അധിവസിച്ചു വരുന്ന പ്രദേശമാണ് വാത്തുക്കുടി സെറ്റിൽമെന്റ്. പരമ്പരാഗതമായി ആദിവാസികൾ മാത്രം അധിവസിച്ചു വന്നിരുന്ന ഇവിടെ ഇടക്കാലത്ത് മറ്റ് ജനവിഭാഗങ്ങളും താമസം ആരംഭിച്ചു. മുരിക്കാശ്ശേരി തോപ്രാങ്കുടി പ്രധാന പാതയിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം മാറിയാണ്
ആദിവാസികളുടെ സങ്കേതമായ ഈ ട്രൈബൽ സെറ്റിൽമെന്റ്. ഇതുവഴി കടന്നുപോകുന്ന കോളനി റോഡാണ് ഇവിടുത്തുകാരുടെ ഏക യാത്രാമാർഗം. വിദ്യാർത്ഥികളും വൃദ്ധജനങ്ങളും ഉൾപ്പെടെ മുഴുവൻ ജനങ്ങളും കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഈ റോഡ് തകർന്നു കിടക്കുവാൻ തുടങ്ങിയിട്ട് നിരവധി വർഷങ്ങൾ പിന്നിടുന്നു. ഊരുകൂട്ടങ്ങളിലും മറ്റ് പഞ്ചായത്ത് തല യോഗങ്ങളിലുമെല്ലാം ജനങ്ങൾ ആവലാതികൾ അറിയിച്ചുവെങ്കിലും റോഡ് നിർമ്മിക്കുവാനുള്ള കാര്യക്ഷമമായ നടപടികളൊന്നും തന്നെ നടപ്പായിട്ടില്ല. ട്രൈബൽ സെറ്റിൽമെന്റിലുള്ള റോഡാണ്. ഏതാണ്ട് 40 വർഷത്തോളം പഴക്കമുണ്ട് ഈ റോഡിന്. ഇതിനു മുമ്പ് MP, MLA എല്ലാവരും ഇതിന് ഫണ്ട് തരാമെന്ന് പറയുന്നുണ്ട്. ഈയിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും വന്ന് ഫണ്ട് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഫണ്ട് തരാമെന്ന് പറഞ്ഞേ ഉള്ളൂ, പിന്നെ കൂടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. പട്ടികവർഗ വികസന വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി 10 വർഷം മുൻപ് റോഡ് സോളിംഗ് നടത്തിയെങ്കിലും സമയബന്ധിതമായി ടാറിംഗ് പൂർത്തീകരിക്കാത്തതിനാൽ മുൻപ് നിർമ്മിച്ചത് അത്രയും തകർന്നു കഴിഞ്ഞു. ഇതുമൂലം ഓട്ടോറിക്ഷകൾ പോലും കുടികളിൽ എത്താൻ കഴിയാത്ത വിധം പാറക്കല്ലുകൾ ഇളകി റോഡ് പൂർണ്ണമായും നശിച്ചു. എന്നാൽ പ്രഖ്യാപനങ്ങൾ മാത്രമല്ലാതെ റോഡ് നിർമ്മാണത്തിന് പരിഹാരമാർഗങ്ങൾ ഒന്നും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ലെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം റോഡിന് ഫണ്ട് അനുവദിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. മെറ്റലുകൾ ഇളകിയും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള കാൽനട യാത്രയെക്കുറിച്ച് കോളനിയിലെ വിദ്യാർത്ഥികൾക്കും പറയാനുള്ളത് ദുരിതങ്ങൾ മാത്രമാണ്. ഞങ്ങൾ ഇന്ന് ഇതിലേക്കുള്ള സ്കൂളിൽ പോകുന്നതാണ്. ഞങ്ങളുടെ റോഡ് ഭയങ്കര തകർച്ചയിലാണ്. ഞങ്ങളുടെ റോഡ് ഭയങ്കര തകർച്ചയിലൊക്കെയാണ്. ഞങ്ങളുടെ റോഡ് മഴയിലൊക്കെ ഇവിടെ ഭയങ്കര ചെളിയാണ്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഷോളിങ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര പാടൊക്കെയാണ്. വണ്ടി കയറി പോകാനും എല്ലാം ഇതിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളും എല്ലാമാണ്. ആദിവാസി മേഖലയുടെ ഉന്നമനത്തിനായി നിരവധി ഫണ്ടുകൾ ഉണ്ടായിട്ടും പദ്ധതികൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധങ്ങളും ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. പീരുമേട് ചിദംബരം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നു നിൽക്കുന്ന ഉണക്കമരം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഭീഷണിയായി മാറുന്നു. പീരുമേട് ചിദംബരം പിള്ള മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന 100-ലധികം വർഷം പഴക്കമുള്ള ഉണക്കമരം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലായിട്ട് വർഷങ്ങളായി. സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ജീവൻ പണയം വെച്ചാണ് സ്കൂൾ സമയം ചെലവഴിക്കുന്നത്. റൂമിന്റെ ഭാഗത്തായിട്ട് 100 വർഷത്തിനും പഴക്കമുള്ള ഒരു ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ 600 സ്റ്റുഡൻസിന്റെ ജീവനും ഫീസിന് എത്തുന്നതായിട്ട് ഒരു മരം, ഒരു 45 അടി ഉയരത്തിലുള്ള ഒരു മരം നിൽപ്പുണ്ട്. ഇത് 100 വർഷം പഴക്കമുണ്ട്. ഉണങ്ങിയ മരമാണ്. അപ്പോൾ ഏത് സമയത്തും ഇത് വീഴാവുന്ന അവസ്ഥയിലാണ്. സ്കൂളിന്റെ ഓഫീസിനോട് ചേർന്നാണ് 100 വർഷത്തിലധികം പഴക്കമുള്ള പടുകൂറ്റൻ ഉണക്കമരം ഏതു നിമിഷവും നിലംപത്താവുന്ന അവസ്ഥയിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. 600ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത്. മരം വെട്ടിമാറ്റാൻ സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ അനുകൂല നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ, പോളിയോ വിതരണം, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ലഹരി ബോധവൽക്കരണം, ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ പ്രോഗ്രാമുകൾ, സർക്കാർ വകുപ്പുകളുടെ നിരവധി പ്രോഗ്രാമുകൾ എന്നിവ ഇവിടെ വെച്ചാണ് നടത്തുന്നത്. ഇതിൽ സംബന്ധിക്കുവാൻ ആയിരക്കണക്കിന് ജീവന വിഭാഗങ്ങളാണ് ഇവിടെ എത്തുന്നത്. ജീവൻ പണയം വെച്ചാണ് ഇക്കഴിഞ്ഞ മഴക്കാലത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും കഴിഞ്ഞുകൂടിയത്. സ്കൂൾ PTA 100 വർഷം പഴക്കമുള്ള മരം ഉയർത്തുന്ന ഭീഷണി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ യാതൊരുവിധ നടപടികളും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പീരുമേട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. സ്വർണം പവന് 20,200 രൂപ, 1 ഗ്രാം 2,525 രൂപ, വെള്ളി ഗ്രാമിന് 39 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. കമ്പോള വാർത്തകൾ. ഏലം കൂടിയ വില 750, കുറഞ്ഞ വില 700. കുരുമുളക് 665 രൂപ, കാപ്പി 130 രൂപ, റബ്ബർ 105 രൂപ, ഗ്രാമ്പു 950 രൂപ, കൊക്കോ 53 രൂപ, ജാതി 300 രൂപ, ജാതിപത്രി കൂടിയ വില 1000, കുറഞ്ഞ വില 750. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ചിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനെതിരെ ഒരു ലോക്കൽ ചാനൽ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസമ്മ ജെയിംസ്. വാർത്തകൾ സൃഷ്ടിക്കുന്നവരായി ഈ ചാനൽ അധപ്പതിച്ചതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇടുക്കിയിലെ 41 റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകിയത് KSRTCക്ക് തിരിച്ചടിയാകുന്നു. സ്വകാര്യ ബസ് ഉടമകളെ സഹായിക്കാനുള്ള സർക്കാർ നീക്കമാണ് KSRTCയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. രാമക്കൽമേട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ പരാജയപ്പെടുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്തതും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രാമക്കൽമേടിന് തിരിച്ചടിയാവുകയാണ്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ സ്റ്റാൻഡിലേക്കുള്ള ലിങ്ക് റോഡ് തകർന്ന യാത്ര ദുഷ്കരമായി. റോഡ് തകർന്നതോടെ അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. ഡോക്ടർമാരിൽ പലരും പാർശ്വഫലം മനസ്സിലാക്കാതെ മരുന്നുകൾ നൽകുന്നതായി റിപ്പോർട്ട്. ഇന്ത്യൻ ജേണൽ ഓഫ് മെഡിക്കൽ എത്തിക്സിന്റെ പുതിയ പതിപ്പിലാണ് ഈ പഠന റിപ്പോർട്ട്. ഇടുക്കി നെറ്റ് വാർത്തകൾ ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. Strong furniture, Index furniture. Index furniture near KSRTC bus stand, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും യതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ മലപ്പൊഴിയും യതയോ Celebrating 50 magical years. Ledda Textiles, Main Road, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടനെ വിളിച്ച് പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീ നോക്കിയില്ല വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. ഇവിടെ അടുത്തുള്ള കിടക്ക് ഡ്രസ്സ് കൊണ്ട് നീ ആ പെട്രോളിലോട്ട് ചെല്ലു. ഇവിടെ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയോടാ അത്. നല്ല കളക്ഷനാ. പെട്രോ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. കെജിസ് ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല കെജിസ് സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. കെജി സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. രുചിയുടെ വിവരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡാന ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡാന ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, KJS ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. അഡോൺ, ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. ഒഴിയും
Tejas Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.